ഈ നീലവാനങ്ങളിൽ തഴുകിയെത്തുമിളം കാറ്റിൽ കളകളം പാടുമി പുഴകളിൽ വിഷം തുപ്പുമസുരരെ ഞങ്ങൾ വന്നിതാ. ശാസ്ത്ര സംവാദം നടത്തുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ മുൻ ജില്ലാ സെക്രട്ടറിയും പരിഷത്തിൻ്റെ ഇപ്പോഴത്തെ കേന്ദ്ര നിർവാഹക സമിതി അംഗവുമായ PS ജോനയാണ്. PS ജോനയ്ക്ക് ആര്യമ്പാടം അന്യമല്ല. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് വടക്കാഞ്ചേരിയിലാണ് താമസിച്ചിരുന്നത്. അതുമാത്രമല്ല അബ്ദുള്ളയായിട്ടൊക്കെ ഞങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്, സ്ഥിരം വരാറുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അബ്ദുള്ള മാഷ്ട സ്മാരകമായിട്ടുള്ള EKNലാണ് ഇവനെത്തിയിരിക്കുന്നത്. ശാസ്ത്ര സംവാദ ക്ലാസ് കൂടി നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നടത്തുകയും ചില കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യണം. നേരത്തെ ജോസേട്ടൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ശാസ്ത്ര സംവാദ ക്ലാസ് നടത്തുന്നത് നമ്മൾ പറഞ്ഞു. കാരണം ശാസ്ത്രത്തെ ഏറ്റവും കൂടുതൽ നിരസിച്ചതായ ഒരു ഭരണകൂടത്തിന് എതിരെ വിധി എഴുതേണ്ട ഒരു സമയത്താണ് നമ്മൾ ശാസ്ത്ര സംവാദ ക്ലാസ് നടത്തുന്നത് എന്നുള്ളത്. ഈ സമയത്ത് അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ 1970 സംഘടനയിലെ അംഗങ്ങൾക്കൊരു ബോധ്യം വരികയാണ്, ഇങ്ങനെ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ട് സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ സാധാരണക്കാരിയുടെ ജീവിതത്തിന് മാറ്റം വരില്ല. അപ്പോൾ ഏത് ജീവിതത്തിലും ആരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ശാസ്ത്രമാണെന്ന് പറയും. കുട്ടികളിൽ സർഗാത്മകത വളർത്തുന്നതിന് വേണ്ടി കുട്ടിക്കൂട്ടങ്ങൾ ഉണ്ടാക്കുക. ബാലവേദി എന്നുള്ള പേരിലാണ് നമ്മൾ കുട്ടികളെ വിളിച്ചു കൂട്ടിയിരുന്നത്. അവിടെ നമ്മൾ ചെയ്തിരുന്നത് പാട്ടുകളിലൂടെയും കളികളിലൂടെയും ശാസ്ത്രം കുട്ടികളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ ഒരുപാട് നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകളുടെ ഒരു പരിശീലന ക്യാമ്പ് വയ്ക്കുകയും അതിൽ പല പല മൂലകൾ, ഒരാൾ നാടകമാണെങ്കിൽ ഒരാൾ ചിത്രരചനയായിരിക്കും, ഒരാൾ കളിമൺ കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കലായിരിക്കും, ഒരാൾ സയൻസിൻ്റെ തന്നെ പരീക്ഷണങ്ങൾ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വിവിധ മൂലകൾ ചെയ്തുകൊണ്ട് കുട്ടികളെ ഇതിലേക്ക് താല്പര്യപൂർവ്വം എത്തിക്കുന്നതിനുള്ള പരിപാടികളിലേക്ക് പരിഷത്ത് നീങ്ങുന്നു. 2 കല്ലുകൾ കൂട്ടി ഉരസിയിട്ടുണ്ടാവാം, അപ്പോൾ അതിൽ നിന്ന് തീ ഉണ്ടായിട്ടുണ്ടാവാം. പിന്നീട് മനുഷ്യൻ ആ തീയിൽ നിന്ന് എൻ്റെ ഭക്ഷണത്തെ പൊരിച്ച് കഴിക്കാമെന്ന് പഠിക്കുകയാണ്. അപ്പോൾ അതും ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. വിദ്യാർത്ഥി സമൂഹം എന്ന് പറയുന്നത് കുട്ടികളെ കേന്ദ്രീകരിച്ചു കൊണ്ടല്ല പഠനങ്ങൾ നടക്കുന്നതെന്നും കുട്ടികൾക്ക് സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ പഠന സൗകര്യങ്ങൾക്കപ്പുറത്ത് കുട്ടികളെ ഒരുപാട് ഉരുവിട്ട് പഠിപ്പിക്കുന്ന രീതിയാണ് നിൽക്കുന്നത്. അങ്ങനെ ഉരുവിട്ട് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കുട്ടി മനസ്സിലാക്കുന്നില്ല. കുട്ടി വെറുതെ ഉരുവിടൽ നടത്തും അല്ലേ. ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ്, പക്ഷേ അത് ഒരിക്കലും രാഷ്ട്രീയത്തിന് അതീതമല്ല. രാഷ്ട്രീയത്തിൽ ഇടപെടാതെ ഇവിടുത്തെ അനീതിക്കെതിരായിട്ട് ശബ്ദിക്കാതെ നമ്മളെങ്ങനെയും നമുക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കില്ല. അടുത്തൊരു തലമുറ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇനിയും അനുഭവിക്കും എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ഈ തലച്ചോറ് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇന്ന് കാണുന്ന രൂപത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല. പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് ഹോമോ എറക്റ്റൻസ്, നിയാൻഡർത്താൾ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് കാണുന്ന ഹോമോസാപ്പിയൻസിലേക്ക് എത്തുമ്പോഴാണ് തലച്ചോറ് വികസിച്ച് ഇന്ന് കാണുന്ന ഈ രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കുടിലോരോന്നിനും ഓരോ നല്ലൊരു കക്കൂസാണ് ഇന്നാദ്യം വേണ്ടത്. കൊട്ടാരത്തിലെ കണ്ടീഷൻ പിന്നീടാവാലോ. നമ്മുടെ പരിഗണന ക്രമമിമ്മട്ടായാൽ നടുവളർന്നല്ലോ എന്ന് പാടിയിട്ടുണ്ട് പണ്ട്. പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ ജോസേട്ടൻ നമ്മുടെ രക്ഷാധികാരി കൂടിയാണ്, പരിഷത്തിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ബൈജു, നമ്മുടെ പ്രസിഡന്റ് സുരേഷ് മാഷ്, രാജേട്ടൻ, മറ്റിവിടെ നമ്മുടെ വായനശാലയുടെ എല്ലാ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. EKN ഗ്രന്ഥശാല പ്രവർത്തകരും സംയുക്തമായിട്ട് നടത്തുന്ന നമ്മുടെ ശാസ്ത്ര സംവാദ സദസ്സാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എവിടെ പോലെ ഞങ്ങളെല്ലാവരും ഫുട്ബോൾ കളിയുടെ തിരക്കിൽ വന്ന് വിഷമിച്ച് ക്ഷീണം മാറ്റി വിയർപ്പ് മാറ്റി കുളിച്ചിങ്ങോട്ട് വരാനുള്ളൊരു പ്രയാസമാണ്. നമ്മൾ 7:30 തുടങ്ങാമെന്ന് വിചാരിച്ചത്. കാരണം 7 മണിക്ക് കളി കഴിയും, 1/2 മണിക്കൂർ കൊണ്ട് വീട്ടിൽ പോയി വരുന്ന അജി പറഞ്ഞത് അല്ലേ. ആ സമയം നോക്കിയിട്ടാണ് നമ്മൾ 7:30 എന്ന ഇങ്ങോട്ട് പോയി അജി ഇങ്ങോട്ട് പോവാം.
അപ്പോൾ ഇതിൽ ശാസ്ത്ര സംവാദം നടത്തുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ മുൻ ജില്ലാ സെക്രട്ടറിയും പരിഷത്തിൻ്റെ ഇപ്പോഴത്തെ കേന്ദ്ര നിർവാഹക സമിതി അംഗവുമായ PS ജൂനയാണ്. PS ജൂനയ്ക്ക് ആര്യമ്പാടം അന്യമല്ല. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് വടക്കാഞ്ചേരിയിലാണ് താമസിച്ചിരുന്നത്. അതുമാത്രമല്ല അബ്ദുള്ളയായിട്ടൊക്കെ ഞങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്, സ്ഥിരം വരാറുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അബ്ദുള്ള മാഷ്ട സ്മാരകമായിട്ടുള്ള EKNലാണ് ഇവനെത്തിയിരിക്കുന്നത്. ആദ്യം EKN ഗ്രന്ഥശാലയാണ്. EKN മരിച്ചോടനെയാണ് ഈ ഗ്രന്ഥശാല ഉള്ളത്. നമ്മുടെ EKN മാഷ്ട EK നാരായണൻ മാഷ്ട പേരിലാണ് ഈ ഗ്രന്ഥശാല. അബ്ദുള്ളയാണ് തുടങ്ങിയത്. അപ്പോൾ അബ്ദുള്ള മരിച്ചപ്പോൾ അതിൻ്റെ മുന്നിൽ ഞങ്ങൾ CM അബ്ദുള്ള സ്മാരക EKN ഗ്രന്ഥശാലയാക്കി. അങ്ങനെയാണ് ഈ ഗ്രന്ഥശാല വരുന്നത്. അപ്പോൾ അബ്ദുള്ളയുടെ ജീവൻ എന്ന് പറയുന്നത് ഗ്രന്ഥശാലയും പരിശുദ്ധമാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ശാസ്ത്ര സംവാദ ക്ലാസ് നടത്താനായിട്ടുള്ളൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ വിനോദമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇന്നെന്തായാലും ഞങ്ങൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തിയതിൻ്റെ ഒരു അവലോകനം കൂടി ഇന്ന് വയ്ക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതെല്ലാവരും കൂടി അന്ന് വിളിക്കുകയും ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ ഇതും നടത്താം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിപാടി വെച്ചത്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, കാരണം നമ്മൾ വൈകിയിട്ടുണ്ട്. ആദ്യമായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പരിഷത്ത് EKN സുഹൃത്തുക്കളെയും ഈ യോഗത്തിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ EKNൻ്റെയും പരിഷത്തിൻ്റെയും പ്രസിഡൻ്റായിട്ടുള്ള സുരേഷ് ബാബു മാഷാണ്. കൂടാതെ PSC ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്, ആളാണ് നമ്മുടെ അധ്യക്ഷം വഹിക്കുന്നത്. വളരെ സ്നേഹത്തോടെ സുരേഷ് മാഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിന് ഞാൻ മുന്നേ പറഞ്ഞു, പരിഷത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ കേന്ദ്ര നിർവാഹക സമിതി അംഗമാണ്. ഇറിഗേഷനിലല്ലേ റിട്ടയർ ചെയ്തു? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി. റിട്ടയർ ചെയ്ത് 3 കൊല്ലമായി. ആളുടെ ഹസ്ബൻഡ് VG ഗോപിനാഥൻ പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ കേന്ദ്ര നിർവാഹക സമിതിയിലുണ്ട് ഇല്ലേ? ഉണ്ട്. രവീന്ദ്ര മാഷ്ട തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരക്കിലാണ് ആൾ നടക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, തിരഞ്ഞെടുപ്പ് ചൂടാണ്. 26-ാം തീയതി ഇലക്ഷൻ വരികയാണ്. ഇതുവരെ നടന്ന ഇലക്ഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയൊരു പ്രത്യേകത ഈ ഇലക്ഷനുണ്ട്. ആ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടുത്തെ ജനാധിപത്യത്തെയും മതേതരത്തെയും ഒക്കെ മുച്ചൂലം നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെ. ഇനിയൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടാകുമോ എന്നുള്ള സംശയത്തിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വലിയൊരു വേവും ചൂടൊക്കെ ഈ നാട്ടിൽ ഇന്ത്യയിൽ മൊത്തം ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ശാസ്ത്ര സംവാദ ക്ലാസ്. അതിനും ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ ശാസ്ത്രത്തെ തിരസ്കരിച്ച ഒരു ഭരണകൂടം കൂടിയാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഏത് പുരോഗതിയുടെയും അടിസ്ഥാന തത്വം ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തെ തന്നെ വളച്ചൊടിക്കുകയും അത് തൻ്റെ പരിധിയിൽ തൻ്റെ രീതിയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് കഴിഞ്ഞ 10 വർഷം നടത്തിയിരുന്നത്. അപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ ശാസ്ത്ര സംവാദ സദസ്സിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് വിശദമായിട്ട് ജോലി നിങ്ങളോട് സംസാരിക്കുന്ന ആവശ്യത്തേക്ക് കിടക്കുന്നില്ല. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ EKNൽ ഈ സംവാദം നമ്മൾ വെച്ചിട്ടുള്ളത്. അതിൽ പങ്കെടുക്കാനും ക്ലാസ് എടുക്കാനും വന്ന PS ജൂനയെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പരിഷത്തിൻ്റെ സെക്രട്ടറി ബൈജു നമ്മളൊപ്പമുണ്ട്. അതുപോലെ തന്നെ EKNൻ്റെ സെക്രട്ടറി വിനോദ് നമ്മളൊപ്പമുണ്ട്. അതുപോലെ അജിത് കിഷോർ, അതുപോലെ CT ജോണി, അജി തുടങ്ങിയ എല്ലാവരും, രാംദാസ് ഏറ്റവും ബാക്കിൽ നിന്നിരുന്നു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വാതിലിനോടടുത്ത് ചെന്നിരിക്കുകയാണ്. ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും സന്തോഷപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി സുരേഷ് മാഷയെ വിളിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ക്ലാസ് നയിക്കുന്ന ജൂനേച്ചി, പ്രിയപ്പെട്ട പരിഷത്ത് സുഹൃത്തുക്കളെ, EKN ഗ്രന്ഥശാലയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമുക്ക് ഒരു EKN ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വലിയ ഒരു ഗ്രാമത്തെ മുഴുവൻ ഇളക്കിമറിച്ച ഒരു വലിയ കൂട്ടായ്മയുടെ ഒരു ഉത്സവം നടന്നതിന് ശേഷം അതിൻ്റെ അവലോകനവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ചേർന്നത്. ഈ അവസരത്തെ ഒരു ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ശാസ്ത്ര സംവാദ ക്ലാസ് കൂടി നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നടത്തുകയും ചില കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യണം. നേരത്തെ ജോസേട്ടൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ശാസ്ത്ര സംവാദ ക്ലാസ് നടത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു. കാരണം ശാസ്ത്രത്തെ ഏറ്റവും കൂടുതൽ നിരസിച്ചതായ ഒരു ഭരണകൂടത്തിന് എതിരെ വിധി എഴുതേണ്ട ഒരു സമയത്താണ് നമ്മൾ ശാസ്ത്ര സംവാദ ക്ലാസ് നടത്തുന്നത് എന്നുള്ളത്
ഈ സമയത്ത് അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഈ അവസരം അതിനായിട്ട് ഉപയോഗിക്കുന്നു. സമയം വൈകി തുടങ്ങാനായിട്ട് നമുക്കറിയാം, അതുകൊണ്ട് ഏറെ നീട്ടുന്നില്ല. നമ്മുടെ ശാസ്ത്ര സംവാദ ക്ലാസ് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ചാലക്കുടിയിൽ നിന്ന് നേരത്തെ പുറപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന ജുനേച്ചിയെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തും. നമ്മുടെ സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി കരുവള്ളൂർ മുരളി രചിച്ച ഈ നീലവാനങ്ങളിൽ വേണം എന്നാണ് നമുക്ക് പാടാം. പാടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, എന്നാലും വീണ്ടും പാടാം. ഈ നീലവാനങ്ങളിൽ തഴുകിയെത്തുമിളം കാറ്റിൽ കളകളം പാടുമി പുഴകളിൽ വിഷം തുപ്പുമസുരരെ ഞങ്ങൾ വന്നിതാ ഈ പുതിയ കുരുക്ഷേത്ര ഭൂമിയിൽ, ഈ പുതിയ കുരുക്ഷേത്ര ഭൂമിയിൽ. ഈ നീലവാനങ്ങളിൽ തഴുകിയെത്തുമിളം കാറ്റിൽ കളകളം പാടുമി പുഴകളിൽ വിഷം തുപ്പുമസുരരെ ഞങ്ങൾ വന്നിതാ ഈ പുതിയ കുരുക്ഷേത്ര ഭൂമിയിൽ, ഈ പുതിയ കുരുക്ഷേത്ര ഭൂമിയിൽ. ഞങ്ങളീ മനുഷ്യനേകി അഗ്നി അക്ഷരം അറിവും നിങ്ങളോ തിരിച്ചു നൽകി ബോംബുകൾ മിസൈലുകൾ. ഞങ്ങളീ മനുഷ്യനേകി അഗ്നി അക്ഷരം അറിവും നിങ്ങളോ തിരിച്ചു നൽകി ബോംബുകൾ മിസൈലുകൾ. ഞങ്ങളി പ്രപഞ്ച സത്യമെങ്ങു വാർത്തു പാടിയപ്പോൾ നിങ്ങൾ നാവുകൾ അറുത്തു കുരുതിയൊരുക്കി. ഞങ്ങളി പ്രപഞ്ച സത്യമെങ്ങു മാർത്തു പാടിയപ്പോൾ നിങ്ങൾ നാവുകൾ അറുത്തു കുരുതിയൊരുക്കി. ഒരു കോപ്പവിഷം മിഴിയടഞ്ഞ സോക്രട്ടീസ്, ഒരു തീപ്പന്തം ബന്ധരിഞ്ഞ ബ്രൂണോ, പുത്രിയുടെ ശവം മിഴി നിറഞ്ഞ മാർക്സ്. എത്ര കുരിശുകൾ ചരിത്രപാതയിൽ, എത്ര കുരിശുകൾ ചരിത്രപാതയിൽ, എത്ര കുരിശുകൾ ചരിത്രപാതയിൽ. ഈ നീലവാനങ്ങളിൽ തഴുകിയെത്തുമിളം കാറ്റിൽ കളകളം പാടുമി പുഴകളിൽ വിഷം തുപ്പുമസുരരെ ഞങ്ങൾ വന്നിതാ ഈ പുതിയ കുരുക്ഷേത്ര ഭൂമിയിൽ, ഈ പുതിയ കുരുക്ഷേത്ര ഭൂമിയിൽ. ഇന്നും അക്കരിഞ്ഞ മാംസഗന്ധമരിച്ചെത്തുന്നു നിങ്ങൾ തീർത്ത ഹിരോഷിമകളും. നാഗസാക്കി മണ്ണുമാർത്തു ചിരിച്ചിടുന്നു. ഇന്നും അക്കരിഞ്ഞ മാംസഗന്ധമരിച്ചെത്തുന്നു നിങ്ങൾ തീർത്ത ഹിരോഷിമകളും. നാഗസാക്കി മണ്ണുമാർത്തു ചിരിച്ചിടുന്നു. കൊന്നുകൂട്ടുവാൻ മനുഷ്യരാശിയെ ഒരൊറ്റ കുമ്പിൽ ഭസ്മമാക്കുവാൻ നിങ്ങൾ തൂർത്തുകൊള്ളു 100 ബോംബുകൾ. കൊന്നുകൂട്ടുവാൻ മനുഷ്യരാശിയെ ഒരൊറ്റ കുമ്പിൽ ഭസ്മമാക്കുവാൻ നിങ്ങൾ തീർത്തുകൊള്ളു 100 ബോംബുകൾ. പക്ഷെ നിങ്ങൾ വിഷമൊഴുക്കി ജീർണമായ നൈൽ, തംസ്, ഗംഗ, യമുന, ചാലിയാർ തീരവാസികൾ. ഞങ്ങൾ മർത്യരൊത്തു പാടിടുന്നു പുതിയ ഗീതകം, ഞങ്ങൾ മർത്യരൊത്തു പാടിടുന്നു പുതിയ ഗീതകം. ഈ നീലവാനങ്ങളിൽ തഴുകിയെത്തുമിളം കാറ്റിൽ കളകളം പാടുമി പുഴകളിൽ വിഷം തുപ്പുമസുരരെ ഞങ്ങൾ വന്നിതാ ഈ പുതിയ കുരുക്ഷേത്ര ഭൂമിയിൽ, ഈ പുതിയ കുരുക്ഷേത്ര ഭൂമിയിൽ. EKN സ്മാരക വായനശാലയുടെ പ്രവർത്തകരും ഇവിടുത്തെ ഫുട്ബോൾ ടീം അംഗങ്ങളുമായ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഞാൻ ഇപ്പോൾ ജോസേട്ടോട് പറഞ്ഞു, എനിക്ക് ഈ നാടിനെ കുറച്ചൊക്കെ അറിയാം. ഒരു 91 മുതൽ 97 വരെ വടക്കാഞ്ചേരി മൈൻ ഇറിഗേഷൻ ഓഫീസിലൊരു ഓവർസിയറായിരുന്നു ഞാൻ. അതുകൊണ്ട് കുറച്ചൊക്കെ ഈ പ്രദേശത്തേക്ക് പോവുകയും സഞ്ചരിക്കുകയും, ഏറ്റവും ആദ്യം ഞാനൊരു കൃഷിഭവനിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് ഈ ആര്യമ്പാടത്താണ്. അപ്പോൾ
സർവീസിൽ നമ്മൾ ആദ്യം കയറുമ്പോൾ സ്വാഭാവികമായി ആദ്യത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ വല്ലാണ്ട് പതിഞ്ഞു കിടക്കും. പിന്നീട് നമ്മൾ ഒരുപാട് കൃഷിഭവനുകളിൽ പങ്കെടുത്തിട്ടുണ്ടാവാം. പക്ഷെ ആദ്യത്തെ കൃഷിഭവൻ ഓർമ്മയൊക്കെ ഇങ്ങനെ മനസ്സിൽ നിൽക്കും. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 3 കൊല്ലമായെങ്കിൽ പോലും. അതുപോലെ വടക്കാഞ്ചേരിയിൽ അന്ന് എൻ്റെ ഒപ്പം ജോലി ചെയ്തവർ, അതിലിപ്പോൾ ഞാൻ അറിയുന്നത് 1-2 പേര് മരിച്ചുപോയി. അപ്പോൾ അവരോടൊത്തുള്ള ഓർമ്മകൾ, പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പരിചയപ്പെട്ടിരുന്ന ജോസേട്ടനുണ്ട്, അബ്ദുക്കയുണ്ട്, അജിത് കിഷോറുണ്ട്, അങ്ങനെ കുറേ ബന്ധങ്ങൾ ഈ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴും ഈ വടക്കാഞ്ചേരിയിൽ വരുമ്പോൾ ആ ബന്ധങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരിയിൽ ഒരു യോഗത്തിന് വന്നപ്പോൾ ഇപ്പോൾ ഉള്ള പരിഷത്ത് പ്രവർത്തകർക്ക് ഞാൻ അവിടുത്തെ കെട്ടിടങ്ങൾ ചോദിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു തരാൻ പറ്റണില്ല പലർക്കും. കാരണം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ താമസിച്ചത് ഡോക്ടർ ശ്രീനിവാസിൻ്റെ പുറകിലെ ഒരു റൂമിലായിരുന്നു. പിന്നീട് അതിൻ്റെ മുകളിൽ നിന്നല്ല എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചൊക്കെ ആയി. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അവിടെ നിന്ന് മാറിയെന്നറിയണം. അപ്പോൾ 5-6 കൊല്ലം നമ്മളവിടെ താമസിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ മാഷ് അന്ന് ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ആദ്യം മേഖലാ സെക്രട്ടറി ആയിരുന്നു. പിന്നെ പ്രദീപ് ചേലക്കര മേഖലാ സെക്രട്ടറി ആയിട്ട് വന്നു. അങ്ങനെ കുറേ ഓർമ്മകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും വടക്കാഞ്ചേരിയും വടക്കാഞ്ചേരിയോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങൾ. നിങ്ങളിവിടെ വന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഒരു 17, 18, 20 വയസ്സിൻ്റെ ഉള്ളിലുള്ളവരായിരിക്കാം. അപ്പോൾ എൻ്റെ ഇളയ മകനേക്കാളും താഴെയാണ് നിങ്ങളുടെയൊക്കെ പ്രായം. നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ പരിഷത്തിൽ വന്ന ഒരാളാണ് ഞാൻ. അന്ന് കേട്ട പാട്ടാണ് ഈ നീലവാനങ്ങളിലൊക്കെ. അപ്പോൾ അത് നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഒരുപക്ഷെ ഈ പാട്ടൊന്നും ആവില്ല, വേറെ കുറേ ഗാനങ്ങളായിരിക്കും. നിങ്ങളിതുപോലെ ഞങ്ങളുടെ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ഇപ്പോൾ ഈ ഫേസ്ബുക്കിലൊക്കെ സ്ഥിരമായിട്ട് എഴുതണ കുറേ വാചകങ്ങളുണ്ട്. കേരളത്തിൻ്റെ തനിമ നഷ്ടപ്പെട്ടു, എവിടെയാണ് പച്ചപ്പ്, ഞങ്ങൾ മുങ്ങിക്കുളിച്ച കുളം എവിടെ, ഞങ്ങൾ ഓടിച്ചിരുന്ന ടയർ വണ്ടി എവിടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുമല്ലോ. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇന്നത്തെ കുട്ടികൾക്ക് വേറൊരു കൂട്ടായ്മകളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അന്നത്തെ കുളത്തിലെ മുങ്ങിക്കുളിയൊക്കെ ഇപ്പം ഒന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് പേര് കൊച്ചു കുട്ടികൾ മുങ്ങി മരിക്കുന്നുണ്ട്. പക്ഷെ അന്ന് മുങ്ങി മരണങ്ങളില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ മിക്കവാറും ഞങ്ങളൊക്കെ ഒരു 5-ാം ക്ലാസ്സിലൊക്കെ ആവുമ്പോഴേക്കും തൊട്ടടുത്ത് കുളമില്ലെങ്കിൽ ഇത്തിരി ദൂരെ പോയി കുളിച്ച് വരുന്നൊരു ശീലം ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കറിയാം ഒരു കുളത്തിൻ്റെ ആഴം എത്രയാണ്, ഒരു കുളത്തിൻ്റെ കയങ്ങൾ എത്രയാണ്, ചണ്ടി എവിടെയാണ്. അവിടേക്കൊന്നും ആരും നീന്തി പോവില്ല. ഞങ്ങൾക്ക് അവിടെ ഒരു ഒറോക്കുളം ഉണ്ടായിരുന്നു. ആ ഒറോക്കുളത്തിൻ്റെ ഒരു ഭാഗം വലിയ ചണ്ടിയാണ്. ആ ഭാഗത്തേക്ക് ഒറ്റ ആൺകുട്ടി നീന്തി പോവില്ല. കാരണം ചണ്ടി കാലുമ്പോൾ തെറ്റും, ആൾ മുങ്ങുന്ന അവർക്കറിയാം. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ച് വെള്ളം എല്ലാ കുട്ടികൾക്കും ഒരു ആകാംക്ഷയാണ്. പക്ഷേ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് അമ്മയോ അച്ഛനോ പറഞ്ഞു കേട്ട അറിവുള്ളൂ. അതല്ലാതെ നിങ്ങൾ വെള്ളത്തിലിറങ്ങി നിങ്ങളതിൻ്റെ അനുഭവജ്ഞാനം നേടുന്നില്ല. അപ്പോൾ വെള്ളം എന്ന് പറയുന്ന വളരെ ഭംഗിയുള്ള സാർവലൗകികമായ ഒരു സന്തോഷം തരുന്ന ഒരു ഇടത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെ ആവണം എന്നുള്ളത് നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ളൂ. ഒരിക്കലും പ്രായോഗിക തലത്തിലേക്ക് കുട്ടികൾ അനുഭവിച്ചറിയുന്നില്ല. ഞങ്ങൾക്കൊക്കെ ഈ പാട്ടുകൾ ഞങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ പരിഷത്ത് പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത്, നമ്മളത് അതിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ പോകുന്നത് കൊണ്ടാണ് അത് മനസ്സിൽ തങ്ങുന്നത്. ഒരുപക്ഷെ നമ്മളെയൊക്കെ രൂപപ്പെടുത്തുന്നതിൽ ഈ പാട്ടുകൾ, അന്നത്തെ അധ്യാപകർ, അന്നത്തെ സാമൂഹ്യ ജീവിതം, ഇതൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ വിളിച്ചു ചേർത്തത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ്. പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവില്ല. ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ ജോസേട്ടനെയും അജിത് കിഷോറിനെയും അല്ലെങ്കിൽ സുരേഷ് ബാബു മാഷെ, ബൈജു ചേട്ടനെയൊക്കെ എല്ലാവർക്കും അറിയാം. ഇവർ പരിഷത്തിൻ്റെ പ്രവർത്തകരും കൂടിയാണ് എന്നുള്ളതും ഒന്ന് പറയുക എന്നുള്ളതും, എന്താണ് പരിഷത്ത് എന്ന് പറയുന്ന സംഘടന ഈ സമൂഹത്തിൽ ചെയ്യണത് എന്നുള്ളത് പറയുക എന്നുള്ളതാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. 1962 പരിഷത്ത് എന്ന് പറയുന്ന സംഘടന രൂപീകൃതമാവുന്നത്. ആ സംഘടന രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലുള്ള ശാസ്ത്ര പുസ്തകങ്ങളെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടി?
അന്ന് ഇംഗ്ലീഷിൽ ഒരുപാട് പുതിയ പുതിയ സയൻസ് ശാസ്ത്ര കാര്യങ്ങൾ വരുന്നു. പക്ഷെ കേരളീയർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ കുറച്ച് അധ്യാപകരും ശാസ്ത്രജ്ഞരും അടങ്ങിയ ഒരു സമൂഹം വിചാരിക്കുന്നു, നമുക്ക് ഒരു ചെറിയ സംഘടന ഉണ്ടാക്കിയിട്ട് ഈ പുസ്തകങ്ങളെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇവിടുത്തെ സാധാരണക്കാരന് ഇൻ്റർനാഷണലായ അറിവിനെ അവൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 1962 രൂപീകൃതമാകുന്ന ഈ സംഘടന കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ 1970 സംഘടനയിലെ അംഗങ്ങൾക്കൊരു ബോധ്യം വരികയാണ്, ഇങ്ങനെ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ട് സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ സാധാരണക്കാരിയുടെ ജീവിതത്തിന് മാറ്റം വരില്ല. അപ്പോൾ ഏത് ജീവിതത്തിലും ആരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ശാസ്ത്രമാണെന്ന് പറയും. അപ്പോൾ നമ്മളോട് ചോദിക്കണം, എങ്ങനെയാണ് ശാസ്ത്രം മാറ്റം വരുത്തുന്നത്? ആർക്കും അറിയില്ല. ആരാണ് ഇവിടെ തീ കണ്ടുപിടിച്ചത്? നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ ബൾബ് കണ്ടുപിടിച്ചത് ആരാന്നറിയാം, റേഡിയോ കണ്ടുപിടിച്ചത് ആരാന്നറിയാം അല്ലേ? നമ്മൾ പഠിക്കുന്നുണ്ട്, റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. തീ ആരാണ് കണ്ടുപിടിച്ചത്? നമുക്ക് ആർക്കും അറിയില്ല. ഏതോ ഒരാൾ 2 കല്ലുകൾ കൂട്ടി ഉരസിയിട്ടുണ്ടാവാം, അപ്പോൾ അതിൽ നിന്ന് തീ ഉണ്ടായിട്ടുണ്ടാവാം. പിന്നീട് മനുഷ്യൻ ആ തീയിൽ നിന്ന് എൻ്റെ ഭക്ഷണത്തെ പൊരിച്ച് കഴിക്കാമെന്ന് പഠിക്കുകയാണ്. അപ്പോൾ അതും ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. തീ ഉണ്ടാക്കിയതും ആ തീ ഉപയോഗിച്ചുകൊണ്ട് അന്ന് വേട്ടയാടി കിട്ടിയിരുന്ന മൃഗത്തിനെ ഇതിൽ ചുട്ട് കഴിക്കാമെന്ന് പഠിച്ചതും ഈ തീയിനെ പല പല വിറക് കൂട്ടി വെച്ചുകൊണ്ട് വലിയ തീക്കുണ്ടമാക്കാം എന്ന് പഠിച്ചത്, ഇതൊക്കെ ആരും ആരെയും പഠിപ്പിച്ചതല്ല. മനുഷ്യൻ്റെ ആവശ്യത്തിൽ നിന്ന് മനുഷ്യൻ കണ്ടെത്തിയ കാര്യങ്ങളാണ്. അങ്ങനെ കണ്ടെത്തിയ കാര്യം തന്നെയാണ് കൃഷി ചെയ്യാമെന്നുള്ളതും. നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോൾ അതിൻ്റെ കരയിൽ നല്ല എക്കൽ മണ്ണടിയുമെന്നും അവിടെ കൃഷി ചെയ്താൽ കൂടുതൽ വിളവ് കിട്ടുമെന്നും കാലങ്ങളിലൂടെ മനുഷ്യൻ പഠിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിൽ നിന്നാണ് കെട്ടിടം പണിയാമെന്നും ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നമ്മൾ താമസിച്ചാൽ വെയിലിൽ നിന്നും മഴയിൽ നിന്നും നമുക്ക് സംരക്ഷണം കിട്ടുമെന്നും പണ്ട് മരക്കൊമ്പുകളിലും അല്ലെങ്കിൽ ഗുഹകളിലും താമസിച്ചിരുന്ന മനുഷ്യൻ കാലങ്ങളായിട്ട് ഇങ്ങനെ ഗുഹ എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു സൗകര്യത്തിലേക്ക് മാറുകയാണ്, പതുക്കെ വീട് വയ്ക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്ക്. ഇങ്ങനെ ഇതെല്ലാം ഒരു ശാസ്ത്രത്തിൻ്റെ രീതിയാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്തു നോക്കുന്നു, ആ കാര്യത്തിൽ നിന്ന് നമ്മളൊരു കാര്യം ബോധ്യപ്പെടുന്നു, അതിൽ നിന്ന് ആ ബോധ്യത്തിൽ നിന്ന് പുതിയൊരു ചോട് വയ്ക്കുന്നു. ഇതാണ് ശാസ്ത്രത്തിൻ്റെ രീതി. അപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ രീതിയെ സാധാരണക്കാരന് ഉപയുക്തമാകുന്ന രീതിയിലേക്ക് മാറ്റണമെന്ന് ചിന്തിച്ച ഒരു സംഘടനയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 1970 ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യത്തിലേക്ക് എത്തുകയാണ്. ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ശാസ്ത്രത്തിൻ്റെ ഉപയോഗത്തിലൂടെ ഏറ്റവും സാധാരണക്കാരിയിലേക്ക്, വിദ്യാർത്ഥിക്ക്, വീട്ടമ്മയ്ക്ക്, അന്ന് നമ്മൾ പറയുന്നൊരു മുദ്രാവാക്യമുണ്ട്, ശാസ്ത്രം വീട്ടമ്മയ്ക്ക്, ശാസ്ത്രം വിദ്യാർത്ഥിക്ക്, ശാസ്ത്രം അധ്യാപകന്, ശാസ്ത്രം എല്ലാവർക്കും, ശാസ്ത്രം തൊഴിലാളിക്ക് എന്ന് പറഞ്ഞു. ഇങ്ങനെ അവരവരുടെ ജീവിതത്തിൻ്റെ രീതികളെ ശാസ്ത്രം ഉപയോഗിച്ച് ഒരു തട്ട് പൊക്കുക എന്നുള്ളതാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ ഇവിടെ കുട്ടികളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഏറ്റവും ആദ്യം കുട്ടികൾക്ക് വേണ്ടി ഒരു ശാസ്ത്ര മാസിക, ഇപ്പോൾ വേറെ ഏതെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എന്ന് എനിക്ക് തോന്നണു, യുറീക്ക എന്ന് പറയുന്ന ശാസ്ത്ര മാസിക കുട്ടികളിലേക്ക് ശാസ്ത്രം എത്തിക്കുന്നതിന് വേണ്ടി പരിഷത്ത് പ്രസിദ്ധീകരിക്കുന്നു. മുതിർന്ന ആളുകൾക്ക് വേണ്ടി ശാസ്ത്രഗതി, അതിൽ ഇത് തന്നെയാണ്, കാലികമായ വിഷയങ്ങളെ എങ്ങനെ ശാസ്ത്രീയമായിട്ട് കാണാമെന്നും ഉള്ള ലേഖനങ്ങൾ അടങ്ങിയതാണ് ശാസ്ത്രഗതി. കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾക്ക് വേണ്ടി ശാസ്ത്ര കേരളം എന്നൊരു മാസിക പ്രസിദ്ധീകരിക്കുന്നു. ഇതിൽ വരുന്ന ഭൂരിപക്ഷം പേര് അധ്യാപകരായിരുന്നു. അപ്പോൾ അധ്യാപകരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം, വിദ്യാർത്ഥി സമൂഹം എന്ന് പറയുന്നത് കുട്ടികളെ കേന്ദ്രീകരിച്ചു കൊണ്ടല്ല പഠനങ്ങൾ നടക്കുന്നതെന്നും
കുട്ടികൾക്ക് സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ പഠന സൗകര്യങ്ങൾക്കപ്പുറത്ത് കുട്ടികളെ ഒരുപാട് ഉരുവിട്ട് പഠിപ്പിക്കുന്ന രീതിയാണ് നിൽക്കുന്നത്. അങ്ങനെ ഉരുവിട്ട് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കുട്ടി മനസ്സിലാക്കുന്നില്ല. കുട്ടി വെറുതെ ഉരുവിടൽ നടത്തും അല്ലേ? നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നിങ്ങളങ്ങനെ ഉരുവിട്ട് അധികം പഠിച്ച ഒരു തലമുറയല്ല നിങ്ങൾ. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റാമെന്ന് അധ്യാപകരായിരുന്നവരെ ആലോചിക്കുന്നു. നമ്മുടെ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് ഉരുവിട്ട് പഠിക്കൽ മാത്രമല്ല, പരീക്ഷണങ്ങൾ കുട്ടികൾ സ്വയം ചെയ്തു നോക്കി പഠിക്കണം. കുട്ടി തൊട്ടടുത്തുള്ള പരിസരത്തെക്കുറിച്ച് അറിയണം. ഇതൊക്കെ പാഠ്യപദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തണം എന്ന മനോഭാവം ഭരണകർത്താക്കളുടെ ഉള്ളിലേക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന സംഘടന എത്തിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കാലങ്ങളായിട്ട് മാറി വന്ന സർക്കാരുകൾ പാഠ്യപദ്ധതി പരിഷ്കരണം നടത്തുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾ പഠിച്ചു വലുതായി വന്ന് നിങ്ങളെല്ലാവരും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല 1+1 എന്ന് പറഞ്ഞ പെരുക്കപ്പട്ടിക എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ ആരും പഠിച്ചിട്ടുണ്ടാവില്ല. അതേസമയം ഞങ്ങളൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. എഞ്ചുപടി അത് തന്നെ, അത് ഒരു ഈണത്തിൽ ഇങ്ങനെ ചൊല്ലി പഠിക്കും ഞങ്ങളത്. നിങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ പഠിക്കുന്നത് അത് വേറൊരു രീതിയിലാണ് അല്ലേ? അബാക്കസ് വഴിയൊക്കെ ആയിരിക്കും ആദ്യം നിങ്ങൾ 1 നിന്ന് 2 കുറച്ച് കിട്ടുന്ന ഉത്തരം എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പരിസരത്തെ ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ എന്ന് പറയുന്നത് നിങ്ങൾ സ്വായത്തമാക്കുകയാണ്. ഞങ്ങളൊന്നും അങ്ങനെയല്ല. ഞങ്ങൾ സയൻസ് ആയാലും ഹിസ്റ്ററി ആയാലും മലയാളം ആയാലും കുറേ കാണാപ്പാഠം പഠിക്കുന്നു. ആ കാണാപ്പാഠം പഠിച്ചത് അങ്ങനെ തന്നെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നു. അതിലേറ്റവും കൂടുതൽ ഓർമ്മ കിട്ടുന്ന കുട്ടി എപ്പോഴും 1-ാം ക്ലാസ് ഫസ്റ്റ് പ്രൈസ് നേടുന്നു. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പഠന രീതി. അപ്പോൾ ഈ പഠന രീതിക്ക് മാറ്റം വരണമെന്നും കുട്ടി നിരന്തരമായി കുട്ടിയെ അധ്യാപിക നോക്കുകയും അതിനനുസരിച്ച് മാർക്ക് കൊടുക്കുകയും വേണം എന്നുള്ളൊരു മനോഭാവമൊക്കെ പരിഷത്ത് എന്ന് പറഞ്ഞ സംഘടനയുടെ ഉള്ളിൽ വരികയും അത് പതുക്കെ സർക്കാരിൻ്റെ രീതികളിലേക്ക് മാറുകയും ചെയ്തു. പിന്നെ പരിഷത്ത് ചെയ്ത മറ്റൊരു പ്രവർത്തനം കുട്ടികളിൽ സർഗാത്മകത വളർത്തുന്നതിന് വേണ്ടി കുട്ടിക്കൂട്ടങ്ങൾ ഉണ്ടാക്കുക. ബാലവേദി എന്നുള്ള പേരിലാണ് നമ്മൾ കുട്ടികളെ വിളിച്ചു കൂട്ടിയിരുന്നത്. അവിടെ നമ്മൾ ചെയ്തിരുന്നത് പാട്ടുകളിലൂടെയും കളികളിലൂടെയും ശാസ്ത്രം കുട്ടികളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ ഒരുപാട് നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകളുടെ ഒരു പരിശീലന ക്യാമ്പ് വയ്ക്കുകയും അതിൽ പല പല മൂലകൾ, ഒരാൾ നാടകമാണെങ്കിൽ ഒരാൾ ചിത്രരചനയായിരിക്കും, ഒരാൾ കളിമൺ കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കലായിരിക്കും, ഒരാൾ സയൻസിൻ്റെ തന്നെ പരീക്ഷണങ്ങൾ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വിവിധ മൂലകൾ ചെയ്തുകൊണ്ട് കുട്ടികളെ ഇതിലേക്ക് താല്പര്യപൂർവ്വം എത്തിക്കുന്നതിനുള്ള പരിപാടികളിലേക്ക് പരിഷത്ത് നീങ്ങുന്നു. ഇങ്ങനെ വിവിധ തട്ടിൽ ശാസ്ത്രത്തിൻ്റെ രീതി കുട്ടികളെയും മുതിർന്നവരെയും പഠിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ സ്വായത്തമാക്കുന്നതിന് വേണ്ടി പരിഷത്ത് മുന്നോട്ട് പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ പ്രശ്നം, ഇങ്ങനെയൊക്കെ കുറേ പഠനങ്ങൾ നടത്തിയതുകൊണ്ട് സാധാരണക്കാരുടെ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് പരിഷത്ത് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഒരു ഗവേഷണ വിഭാഗം 1987 IRTC എന്ന പേരിൽ പാലക്കാട് രൂപീകൃതമാണ്. എന്തിനു വേണ്ടി അത് രൂപീകരിച്ചു എന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം അവിടെ നിന്ന് വരുന്ന പ്രോഡക്റ്റ് പരിഷത്ത് അടുപ്പാണ്. പുക കൊണ്ട് മൂടിയിരുന്ന കേരളത്തിലെ അടുക്കളകൾ ഒരു 10 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യം പുക ഒരു വീട്ടിലെ ഒരു സ്ത്രീ അകത്താക്കിയിരുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് എങ്ങനെ സ്ത്രീകളെ ഈ പുകയിൽ നിന്ന് രക്ഷിക്കാം എന്നുള്ളൊരു ഗവേഷണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിഷത്ത് അടുപ്പ് കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ 3 അടുപ്പുകൾ ചേർന്ന ഒരു അടുപ്പിൻ്റെ സഞ്ചയം, അതിൽ നിന്ന് കുഴലിലൂടെ പുക മുകളിലേക്ക് പോകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓക്സിജൻ കിട്ടിയാൽ എന്തുണ്ടാവുക? വിറക് കത്തും. വിറക് കത്തുമ്പോൾ ഉണ്ടാവുന്ന ഇതുകൊണ്ട് വായു മുകളിലേക്ക് ഉയരും. ഏത് ചൂട് ചെല്ലുമ്പോൾ മർദ്ദം കുറയുകയും വായു മുകളിലേക്ക് ഉയരുകയും തണുത്ത വായു താഴേക്ക് വീണ്ടും വരികയും അങ്ങനെ പരിഷത്തടുപ്പിൻ്റെ രീതി വെച്ച് ഓക്സിജൻ താഴെ തട്ടിൽ നിന്ന് വിറകടുപ്പിലേക്ക് വരാനും വിറകിൻ്റെ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ മുകളിലേക്ക് എത്തിക്കാനുമുള്ള ഒരു പുകക്കൊഴൽ വേറെ കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ ഇന്ന് നിങ്ങളുടെ നാടുകളിൽ അതിനെ സെറ്റിൽമെൻ്റ് അടുപ്പ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ ആദ്യത്തെ തുടക്കക്കാര് പരിഷത്താണ്.
പിന്നീട് അത് നമ്മൾ സർക്കാരിന് ഏത് ആൾക്ക് വേണമെങ്കിലും ഈ അടുപ്പിൻ്റെ രീതി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അനർട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് പല പ്രൈവറ്റ് ഏജൻസികളും ഇപ്പോൾ ഈ രീതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പണ്ട് കച്ചിപ്പെട്ടി ഉണ്ടായിരുന്നു. ഈ വൈക്കോല് വെച്ചുകൊണ്ട് അതിൽ നമ്മൾ ചൂടുള്ള അരി ഇറക്കി വയ്ക്കുന്നു, അരി വേവുന്നു. അപ്പോൾ അത് പിന്നീട് ആളുകളുടെ ജീവിത നിലവാരത്തിലൊക്കെ മാറ്റം വന്നപ്പോൾ ഇത് എളുപ്പമല്ല എന്ന് തോന്നി. അതുകൊണ്ട് ഇപ്പോൾ ചൂടാറാപ്പെട്ടി എന്ന് പറഞ്ഞ് തെർമോക്കോളിൻ്റെ ഒരു വലിയ പെട്ടി, അതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ ഇതുപോലെ തന്നെ അരി തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര നേരം കൊണ്ടാണോ നിങ്ങളുടെ അടുപ്പിൽ അരി വേവണം ആ നേരം കഴിയുമ്പോൾ ഈ ചൂടാറാപ്പെട്ടിയിൽ അരി വെന്തിട്ടുണ്ടാവും. ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇങ്ങനെ ചൂടാറാപ്പെട്ടി ഉപയോഗിക്കുന്ന ഒരു വീട്ടിൽ ഒരു കൊല്ലം 2 സിലിണ്ടർ ലാഭിക്കാം എന്നുള്ളതാണ്. ഇങ്ങനെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എത്തിക്കുകയും അത് ശാസ്ത്രത്തിൻ്റെ രീതി മാത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്ത ഒരു സംഘടനയാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന വീടിൻ്റെ അകം, അതായത് വീട് പണിയേണ്ടത് എപ്പോഴും ക്രോസ് വെന്റിലേഷൻ കൊടുക്കണമെന്നും താഴെ ലെവലിൽ നിന്ന് മുകളിലേക്ക് വായു പോവാനുള്ള ഒരു ചിമ്മിനി എപ്പോഴും കൊടുക്കണം എന്നുള്ള രീതിയിൽ പുതിയ രീതിയിൽ ലാറി ബേക്കറിൻ്റെയൊക്കെ വീട് നിർമ്മാണങ്ങൾ പരിഷത്തന്ന് നടത്തിയിരുന്നു. പിന്നീട് കോസ്ഫോർഡ് ആണ് പ്രധാനമായിട്ടും ആ രീതികൾ കൊണ്ട് നടന്ന നിർമ്മിതി കേന്ദ്രമൊക്കെ ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇങ്ങനെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് പരിഷത്ത് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത ഒരു സംഘടനയാണ്. പിന്നെ പരിസര രംഗത്ത് ഇടപെട്ടിട്ടുണ്ട്. സൈലൻറ്റ് വാലിയുടെ പ്രശ്നം വന്നപ്പോൾ മുൻനിന്ന് പ്രവർത്തിച്ച ഒരു സംഘടനയാണ്. അതിനുശേഷം ചാലിയാറിൻ്റെ വിഷലിപ്തമായ ചാലിയാറ്, പെരിയാറിലെ വെള്ളത്തിലേക്ക് വരുന്ന മാലിന്യങ്ങളെ മാറ്റൽ, പരിഷത്തെടുത്ത നിലപാട് ഇത്രയാണ്. വികസനം എന്ന് പറയുന്നതും പരിസരം എന്ന് പറയുന്നതും കേരളത്തെ സംബന്ധിച്ച് 2 തരത്തിലുള്ള അല്ല, ഒറ്റ തരമാണ്. അതുകൊണ്ട് വികസനം എന്ന് പറഞ്ഞാൽ അത് സുസ്ഥിര വികസനമായിരിക്കണം, സ്ഥിരമായ വികസനം, നിലനിൽപ്പാവണം. ഒരു വികസന പദ്ധതി കൊണ്ടുവന്നതുകൊണ്ട് മറ്റൊരുപാട് പേർക്ക് ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ ആ വികസന രീതി കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് നടപ്പാക്കാൻ പാടില്ല എന്നുള്ളതാണ് പരിഷത്തിൻ്റെ നിലപാട്. ആരോഗ്യരംഗത്ത് നമ്മളൊരു 1987 ഒരു ആരോഗ്യ സർവേ നടത്തുകയും അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ കാര്യം, പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും അടുത്തുള്ള പബ്ലിക് ഹെൽത്ത് ഹോസ്പിറ്റലുകൾ, വലിയ ഹോസ്പിറ്റലുകളല്ല വേണ്ടത്, ആരോഗ്യ കേന്ദ്രങ്ങൾ ഏറ്റവും അടുത്തുണ്ടാവുകയും വാക്സിനേഷനും ഇമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ട പ്രവർത്തനങ്ങളും ഏറ്റവും സാധാരണക്കാരിലേക്ക് എത്തിക്കാനും വേണ്ട പബ്ലിക് ഹെൽത്ത് സിസ്റ്റം വളർത്തുകയും വേണം എന്നുള്ളൊരു നിർദ്ദേശം നമ്മൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. കാലങ്ങളായിട്ട് ഇപ്പോൾ കേരള സർക്കാർ അതാണ് പ്രവൃത്തിയിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പരിഷത്ത് സർക്കാരിൽ ഇടപെട്ട് നടത്തി എന്നൊന്നും പരിഷത്ത് അവകാശപ്പെടുന്നില്ല. പക്ഷെ പരിഷത്ത് ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. രാഷ്ട്രീയ കക്ഷികൾ ചിലരൊക്കെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നീട് ആ രാഷ്ട്രീയ കക്ഷികൾ അധികാരത്തിൽ വന്നപ്പോൾ അത് നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരം രീതികളിലൂടെ പോകുന്ന ഒരു സംഘടനയാണ് പരിഷത്ത് എന്ന് പറയാനാണ് ഞാൻ നിങ്ങളോട് ഇത്രയും സമയമെടുത്തത്. സാക്ഷരതാ പ്രസ്ഥാനത്തിൽ പരിഷത്ത് വരുന്നത്, പരിഷത്തിൻ്റെ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ അന്ന് കേരളത്തിൽ സാക്ഷരത 36% എൻ്റെ ഓർമ്മ. അതിനുശേഷം അപ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ജ്ഞാനത്തിന് തടസ്സം നിൽക്കുന്നത്, അറിവിന് തടസ്സം നിൽക്കുന്നത് ഒന്ന് അക്ഷരം അറിയുകയില്ല, നമുക്ക് സ്വന്തമായിട്ട് വായിക്കാൻ കഴിയുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് സാക്ഷരത എന്നുള്ളൊരു പ്രോജക്റ്റ്, ഒരു പൈലറ്റ് പ്രോജക്റ്റ് എറണാകുളം ജില്ലയിൽ അന്നത്തെ കളക്ടറായിരിക്കുന്ന രാജൻ നേതൃത്വം കൊടുക്കാമെന്ന് പറയുകയും പരിഷത്ത് അതിൻ്റെ മുൻനിരയിൽ നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എറണാകുളത്ത് നടത്തുന്നു. 100% സാക്ഷരമാകുന്നു 1 കൊല്ലം കൊണ്ട്. അതിനുശേഷം പിന്നീട് വന്ന സർക്കാർ ഈ സാക്ഷരതയെ എന്തായാലും കേരളത്തിൽ മൊത്തമായിട്ട് ഏറ്റെടുക്കുകയും അങ്ങനെ സർക്കാരിൻ്റെ പ്രോജക്റ്റായി സാക്ഷരത പ്രസ്ഥാനം മുന്നിലേക്ക് വരികയും ചെയ്യാണ്. ഇന്ന് കേരളത്തിൻ്റെ സാക്ഷരതാ ശതമാനം 98.6% തോന്നുന്നു, അല്ലെങ്കിൽ 99 അടുത്താണ് നമ്മുടെ സാക്ഷരതാ നിലവാരം. പക്ഷേ ഇന്ത്യയിൽ വേറെ ഒരു സ്റ്റേറ്റിലും ഇത്രയും ഉയർന്ന സാക്ഷരതാ നിലവാരം ഇല്ല. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്നും അനുഭവിക്കാത്ത, നിങ്ങളൊന്നും കേൾക്കാത്ത ഒരു കേരളത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്.
പക്ഷേ ഇന്നത്തെ കേരളം അങ്ങനെയല്ല. 99% സാക്ഷരതയുള്ള കേരളമാണ്. ഏറ്റവും കൂടുതൽ യുവജനങ്ങളെക്കാൾ കൂടുതൽ വയോജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന കേരളമാണ്. യുവജനങ്ങളുടെ ഇടയിൽ തന്നെ എന്തിനാണ് രാഷ്ട്രീയം നാട്ടിൽ എന്ന് ചോദിക്കുന്ന മനോഭാവം വളർന്നു വരുന്ന ഒരു കേരളമാണ് ഇന്നത്തെ കേരളം. കാരണം കേരളത്തിൻ്റെ മനസ്സ് ഇങ്ങനെയൊക്കെ ആയിപ്പോൾ ഇവിടേക്ക് കണ്ണുവെച്ച വേറെ ഒരുപാട് ആളുകളുണ്ട്. അത് നമ്മളെ ഉപഭോഗ സംസ്കാരത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ച കോർപ്പറേറ്റുകളാണ്, അല്ലെങ്കിൽ മുതലാളിത്തമാണ്. അപ്പോൾ മുതലാളിത്തത്തിനെ സംബന്ധിച്ച് വലിയൊരു മാർക്കറ്റാണ് കേരളം. കാരണം എന്താണെന്ന് വെച്ചാൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടി പുറത്തു വന്ന കേരളത്തിലെ ജനങ്ങൾ ലോകമൊട്ടുക്കു പോവുകയും അതിൻ്റെ സമ്പത്ത് സ്വന്തം കേരളത്തിലേക്ക് എത്തുകയും ചെയ്തു. അതുമാത്രമല്ല, ഇവിടെ നിലനിന്ന സർക്കാരുകൾ ഏറ്റവും താഴെയുള്ളവരെ വരെ ഉയർത്താൻ വേണ്ടി ഒരു BPL ഫാമിലിക്ക് വീടില്ലാത്തതാണെങ്കിൽ വീട് കിട്ടുന്നു, പൊതു വിതരണ സമ്പ്രദായം മെച്ചപ്പെട്ടതാകുന്നു. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ കൂടുതൽ പൈസ കയ്യിലുണ്ടാവുകയാണ്. നമുക്കൊരു വീട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള പൈസ തൊഴിലാളിക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ജീവനക്കാർക്ക്, സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്നുണ്ട്, ഏത് മേഖലയിലുള്ളവർക്കും. അപ്പോൾ നമ്മുടെ ഉപഭോഗം കൂടി. ഈ ഉപഭോഗത്തിനെ കണ്ണുവെച്ചുകൊണ്ട് ഇവിടേക്ക് വന്ന കോർപ്പറേറ്റുകൾ മാത്രമല്ല, 1990 ശേഷം ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുത്ത നവലിബറൽ ട്രേഡ് സമ്പ്രദായങ്ങൾ, അതുവരെ നിലനിന്നിരുന്ന പാറ്റൻറ്റ് വ്യവസ്ഥകളൊക്കെ മാറ്റിക്കൊണ്ട്, അതുവരെ നിലനിന്നിരുന്ന തൊഴിൽ നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ വന്ന മുതലാളിത്ത രീതി അങ്ങനെ തന്നെ ഇന്ത്യയിൽ നടപ്പാക്കിയപ്പോൾ സ്വാഭാവികമായും കേരളത്തിലേക്ക് ഇത്തരം കോർപ്പറേറ്റുകൾക്ക് വന്നു ചേരാൻ പറ്റിയ ഇടമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായത് കേരളത്തിൽ ഇത്തരം വളർന്നു വരുന്ന സമൂഹത്തിലേക്ക് ആരും ബുദ്ധിമുട്ട് കൂടാതെയാണ് ജനിച്ചു വളരുന്നത്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ആയിരിക്കാം നിങ്ങളൊക്കെ വളർന്നത്. പട്ടിണി എന്ന് പറയുന്നതൊന്നും നിങ്ങൾ ആരും അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു കാലം, ഇപ്പം നിങ്ങളുടെ പഴയ കാല എഴുത്തുകളിലൊക്കെ കാണാമല്ലോ, ഒരു നേരം ചോറ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ബിരിയാണി കിട്ടിയാൽ ഞങ്ങൾക്ക് അന്ന് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ സദ്യക്ക് വേണ്ടി, പായസത്തിന് വേണ്ടി ഞങ്ങൾ വിളിച്ചില്ലെങ്കിലും പോവുമായിരുന്നു. അടുത്ത വീട്ടിലെ മീൻ വറക്കണം മണം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോൾ, ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടാവാം. കാരണം നിങ്ങൾ അങ്ങനെ ഒരു ജീവിത രീതിയിലൂടെ അല്ല കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കേരളത്തിൽ ഒരു കുട്ടിക്ക് പഠിക്കാതിരിക്കാനാണ് കഷ്ടപ്പാടുള്ളൂ. കേരളത്തിന് പുറത്ത് അങ്ങനെയല്ല. ഇപ്പോഴും പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് വിദ്യാഭ്യാസത്തിലേക്ക് എത്തുന്നത്. കാരണം വിദ്യാഭ്യാസം ഒരു അനിവാര്യ ഘടകമാണെന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥിനി പോകണമെന്ന് പറഞ്ഞാൽ നീ എന്തിനാ പോണത്, വയലിൽ പണിക്കല്ലേ പോകേണ്ടത് എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്ത് ആ വീട്ടുകാരോടും സമൂഹത്തിനോടും ഫൈറ്റ് ചെയ്തിട്ടാണ് അവർ പഠിക്കാൻ പോകുന്നത്. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ അങ്ങനെ ഒരു കുടുംബത്തോടും ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. കാരണം എന്താ, ഏറ്റവും ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവർക്കും 10ാം ക്ലാസ് വരെയുള്ള പഠനം ഫ്രീ ആണ്. എത്രയോ കൊല്ലങ്ങളായിട്ട് സർക്കാർ എടുത്ത നിലപാടിൻ്റെ പുറത്താണ്. അപ്പോൾ ഒരു കാലത്ത് ഫീസ് കൊടുത്ത് പഠിച്ചിരുന്ന സമ്പന്നന്മാരുടെ കുടുംബത്തിലെ കുട്ടികൾക്ക് മാത്രം ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എല്ലാ പ്രായക്കാർക്കും പഠിക്കാൻ കഴിഞ്ഞത് ഫീസില്ലാതെ 10ാം ക്ലാസ് വരെയുള്ള പഠനം ഫ്രീ ആയിട്ട് സർക്കാർ പഠിപ്പിച്ചതുകൊണ്ടാണ്. ആ തലമുറയിൽ, ഞങ്ങളുടെ തലമുറയ്ക്ക് ശേഷം വന്ന തലമുറയാണ് നിങ്ങൾ. അപ്പോൾ ഞങ്ങൾ പഠിച്ചു വളർന്നപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്, വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനമെന്നും ആ വിദ്യാഭ്യാസത്തിലൂടെ ജോലി നേടുകയും ആ ജോലി നേടിക്കൊണ്ട് അവരവരുടെ വ്യക്തിത്വം ഉറപ്പിക്കുകയും ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ജീവിതം മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് ഞങ്ങളുടെ തലമുറയ്ക്കുണ്ടായി. അങ്ങനെ തലമുറ വളർന്നു വന്നപ്പോൾ പോലും അതിൽ വന്നു ചേർന്ന ചില പുഴുക്കുത്തുകളുണ്ട്. അതൊന്ന്, ഈ സമൂഹമല്ല ആവശ്യം, നീ നിൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ മതി എന്നുള്ളത് നമ്മുടെ വീടുകളിൽ നിന്ന് പതുക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. നമ്മുടെ മനസ്സിലേക്ക് കയറ്റിയത് നമ്മുടെ വീട്ടുകാർ മാത്രമല്ല, നിങ്ങളുടെ മുന്നിലുള്ള ഫേസ്ബുക്കും നിങ്ങളുടെ വരുന്ന ചാനലുകളുമൊക്കെ നിങ്ങളുടെ കാര്യം നോക്കുകയാണ് വലുത് എന്നും, നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് നിങ്ങൾ 1ാം സ്ഥാനത്തേക്ക് എത്താത്തത് എന്ന് നമ്മളോട് ആരൊക്കെയോ പറഞ്ഞു തരുന്നുണ്ട്.
ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ കുഴപ്പം. ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒറ്റയ്ക്കല്ല, വ്യക്തി സമൂഹത്തിലെ ഒരു ഘടകമാണ്. അപ്പോൾ ഈ സമൂഹത്തിലെ കുറേ ബന്ധങ്ങളിലൂടെയാണ് ഓരോ വ്യക്തിക്കും വളർന്നു വരാൻ പറ്റിയത്. ഒരു കാലത്ത് പാടത്ത് മാത്രം പണിയെടുത്തിരുന്ന പുലയൻ്റെ മകൻ സൂപ്രണ്ടിങ് എഞ്ചിനീയറും ഡോക്ടറുമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് കേരള സമൂഹം അന്നെടുത്ത തീരുമാനത്തിൻ്റെ പുറത്താണ്, അല്ലെങ്കിൽ അന്നത്തെ ഭരണകർത്താക്കൾ എടുത്ത തീരുമാനമാണ്. പുലയൻ്റെ മകനായാലും പറയൻ്റെ മകനായാലും ഏത് ജാതിയായാലും ഏത് മതമായാലും ഒരേ സ്കൂളിൽ പഠിക്കാം, ഒരേ ബെഞ്ചിൽ ഇരിക്കണം എന്ന നിയമം വരുമ്പോൾ അങ്ങനെ പൊതുബോധത്തെ മാറ്റി മറിച്ചുകൊണ്ടാണ് കേരളം ഇതിലേക്ക് വന്നത്. പക്ഷേ ഇന്ന് കേരളം ഇതിൽ നിന്നൊക്കെ പോയിട്ട് എൻ്റെ മകൾ 1ാം ക്ലാസ്സിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, അമ്മേ നമ്മൾ പള്ളിക്കാരാണോ അമ്പലക്കാരാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മക്കളെ ഒരു മതത്തിലും പെടാതെ മതമില്ല എന്ന് എഴുതിയാണ് ഞങ്ങൾ ക്ലാസ്സിൽ ചേർത്താണ്. അപ്പോൾ കുട്ടി എന്തു പറയും? ഇന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ ഒരിക്കലും ഞങ്ങൾ ചിന്തിക്കാത്ത രീതിയിലേക്ക് മതവും ജാതിയും കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കോർപ്പറേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്ന ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ വലിയ മീഡിയകൾ നിങ്ങളെ ഒരു കുരുക്കിൽ പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങളെന്ന വ്യക്തിയാണ് പ്രധാനമെന്ന കുരുക്കാണ്. വ്യക്തിത്വ വികസന ക്യാമ്പുകളുടെ ബഹളമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി മാത്രമായിട്ട് സമൂഹത്തിൽ മുന്നേറുക? സാധിക്കില്ല. ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാമൂഹ്യ സംവിധാനം വേണം, ഒരു കുടുംബ പശ്ചാത്തലം വേണം. ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ അക്രമിയാക്കുന്നതും 1ാം സ്ഥാനക്കാരനാക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ കൂട്ടായ്മകളുണ്ടെങ്കിൽ ആ കൂട്ടായ്മകളുടെ ഒക്കെ പ്രത്യേകത ഏതെങ്കിലും ഒരു കാര്യത്തിന് മാത്രം കൂട്ടായ്മ. ഇപ്പം നിങ്ങളുടെ കൂട്ടായ്മ വളരെ ദൃഢമായിരിക്കും, അത് ഫുട്ബോൾ എന്ന് പറയുന്ന തരംഗത്തിൻ്റെ പുറകിലാണ്. പക്ഷേ ഈ തരംഗങ്ങളൊക്കെ വേറൊരു കൂട്ടായ്മ ഉണ്ടാവാം, കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളുടെ കൂട്ടായ്മകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മദ്യപന്മാരുടെ കൂട്ടായ്മകൾ ഉണ്ടാവാം, പിന്നെ ഓൾഡ് ആളുകളുടെ, ഇപ്പം ഞങ്ങളൊക്കെ റിട്ടയർ ചെയ്ത ഒരു കൂട്ടായ്മയുണ്ട്. ഇതുകൂടാണ്ട് ഫാമിലി കൂട്ടായ്മകളുണ്ട്. ഇങ്ങനെ അവരവരുടെ ഇടങ്ങളിൽ മാത്രം നിൽക്കുന്ന കൂട്ടായ്മകൾ. പക്ഷേ ഇങ്ങനെ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. ഈ ഫാമിലി കൂട്ടായ്മയ്ക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരേ സ്റ്റാറ്റസിലുള്ളവർ, ഒരേ സാമ്പത്തിക സ്ഥിതിയുള്ളവർ. ഞാൻ ഇന്നലെ അവിടെ ടൂറ് പോയി, അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ വേറൊരാൾക്ക് തോന്നുന്നു ഞാനും പോകണമല്ലോ, ഉടനെ വേറൊരു ഫോട്ടോ വന്നു. ഇങ്ങനെ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ആയിട്ട് ബഹളം. ഇതാണ് ഫാമിലി. അവിടേക്കൊന്നും രാഷ്ട്രീയം എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഒരു രാഷ്ട്രത്തിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം നിങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്തെന്നോ, നമ്മൾ അങ്ങോട്ട് പോയില്ലെങ്കിലും രാഷ്ട്രം നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ ആ രാഷ്ട്രത്തിലെ ഭരണകർത്താക്കൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളെ ബാധിച്ചിരിക്കും. നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ 1ാം സ്ഥാനക്കാരനായി 1ാം റാങ്കുകാരനായി പാസ്സാകുമ്പോഴും നിങ്ങളുടെ വേതന വ്യവസ്ഥ നിശ്ചയിക്കപ്പെടുന്നത് രാഷ്ട്രത്തിലെ ഭരണകർത്താക്കളാണ്. അല്ലെങ്കിൽ ഇന്ന് രാഷ്ട്രത്തിലെ ഭരണകർത്താക്കളല്ല, കോർപ്പറേറ്റുകളാണ്. അവരാണ് തീരുമാനിക്കുന്നത് ആർക്ക് എത്ര ശമ്പളം കൊടുക്കണം എന്നുള്ളത്. BSNL പൂട്ടിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഇവിടെ ജിയോ ആണ്. ഇവിടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് അപ്പുറത്ത് നിൽക്കണ വേറെ കൊറിയർ സർവീസുകളാണ്. ഇങ്ങനെ നമ്മളെയൊക്കെ അജ്ഞാതമായ ഒരിടത്ത് നിന്ന് നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകളുടെ ഉള്ളിലേക്ക് നമ്മൾ വന്ന് പെടുമ്പോൾ ചെറുപ്പക്കാരായ നമ്മൾ വെറുതെ ഇരിക്കരുത്. കാരണം രാജ്യം ഒരു വലിയ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. ഇന്ന് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിരിക്കുന്നത് ശാസ്ത്രത്തിന് രീതിയെയാണ്. ശാസ്ത്രത്തിൻ്റെ രീതി ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യൻ കാണുകയും കേൾക്കുകയും അതിൽ നിന്നൊരു നിഗമനത്തിലെത്തുകയും ചെയ്യുക. ഇതിന് പകരം ഇന്ത്യക്ക് വലിയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ആ പാരമ്പര്യം മനുസ്മൃതിയിൽ അടിസ്ഥാനമായിരുന്നു, അത് ചാണക്യൻ്റെ സൂത്രത്തിലടിസ്ഥാനമായിരുന്നു, ഇവിടെ വാഗ്ഭടാനന്ദൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതിനെ മൊത്തത്തിൽ നശിപ്പിച്ച് കളഞ്ഞത് പാശ്ചാത്യ സംസ്കാരമാണ് എന്ന വ്യാജമായൊരു നിർമ്മിതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വ്യാജമായ നിർമ്മിതി നമ്മുടെ ഉള്ളിലേക്കും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഹിന്ദുക്കൾ മാത്രമാണ്. ആ ഹിന്ദു രാഷ്ട്രത്തിന് വലിയ ഒരു പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. പക്ഷേ ഇവിടേക്ക് പിന്നീട് ആക്രമിക്കപ്പെട്ടു വന്ന മുസ്ലിംസും
അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാരും നമ്മുടെ സംസ്കാരത്തിനെ അപ്പാടെ കളഞ്ഞുകൊണ്ട് ഇവിടെ വേറൊരു സംസ്കാരം, ഒരു സങ്കര സംസ്കാരം ഉണ്ടാക്കിയെടുത്തു എന്ന രീതിയിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടു ചെന്നെത്തിക്കുകയും, അതുകൊണ്ട് നീ നമ്പൂരിയാണെങ്കിൽ നീ ഇത്തിരി ഉയർന്നവനാണ്, നീ സമ്പത്തുള്ളവനാണെങ്കിൽ നീ ഉയർന്നവനാണ്, നീ അല്ലാത്തവനാണെങ്കിൽ നീ ഇവിടെ ചീഫ് എഞ്ചിനീയർ ആയാലും ശരി, കളക്ടർ ആയാലും ശരി, നീ താഴ്ന്ന ജാതിക്കാരനല്ലേ, അപ്പോൾ എൻ്റെ മുന്നിൽ ഒന്ന് താഴ്ന്നു നിന്നാൽ മതി. ഈ മനോഭാവം നമ്മുടെ ഉള്ളിലേക്കൊക്കെ കൊത്തിവെക്കാനായിട്ട് ഇവിടുത്തെ സോഷ്യൽ മീഡിയയ്ക്കും മറ്റ് ചാനലുകൾക്കും സാധിക്കുന്നുണ്ട്, പത്രങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇതിനെതിരെയാണ് നമ്മൾ പൊരുതേണ്ടത്. ഈ പൊതുബോധ നിർമ്മിതിക്കെതിരെ നമുക്ക് എന്തുമാത്രം പൊരുതാൻ സാധിക്കും എന്നുള്ളിടത്താണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെറുപ്പക്കാരാണ്, നിങ്ങൾക്കാണ് ഇപ്പോൾ ശേഷിയുള്ളത്. ഇവിടെ പ്രായമായവർ ഇനി പതുക്കെ കളമൊഴിയേണ്ട സമയമായി. അപ്പോൾ രാജ്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ശാസ്ത്രീയമായ രീതിയിൽ ജീവിക്കാൻ പ്രേരണ കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് എത്ര ആളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കും. നമ്മുടേതായ ഇടങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിൻ്റെ ഇടയിൽ പറഞ്ഞു, നിങ്ങളെല്ലാവരും വാട്സാപ്പിൽ മംഗ്ലീഷാണ് എഴുതുക, ഞാൻ വരില്ല എന്നുണ്ടെങ്കിൽ NJANVARILL എന്നെഴുതുന്നു. ഇത് അച്ഛന് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അച്ഛൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കുട്ടിയുടെ ഗ്രൂപ്പിൽ ഇതൊക്കെ എഴുതി പോകുന്നുണ്ടാവാം. കുട്ടിയൊന്നുമല്ല, 10-18 വയസ്സുള്ള ഒരാൾ ഇതൊക്കെ എഴുതി പോകുന്നുണ്ടാവാം. പക്ഷേ ആ ഗ്രൂപ്പിൽ മാത്രമല്ലല്ലോ അവൻ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ അവൾ നിൽക്കേണ്ടത്. അവൾക്ക് ഇനി ഒരു ജോലിക്ക് പോകണം, ഒരു ആപ്ലിക്കേഷൻ വിടണം. ഈ മംഗ്ലീഷ് കൊണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ഒന്നുകിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ നല്ല മലയാളം എഴുതാൻ പഠിക്കണമല്ലോ. ഇത് ആവശ്യമാണ് എന്നുള്ള ബോധ്യപ്പെടൽ ഇന്നത്തെ യുവാക്കൾക്ക് ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. മറ്റൊന്ന്, ഇവിടെ പറയുന്ന പ്രായമായവരുടെ ഉള്ളിലേക്ക് നമ്മൾ പോയാൽ നടക്കില്ല. അപ്പം നമ്മൾ വേറൊരു ഭാഗത്ത് ഒഴിഞ്ഞു നിന്നു. നമ്മളൊരു ഫംഗ്ഷന് പോകുന്നു, അപ്പോഴും നമ്മളുടേതായ ഒരു കൂട്ടുണ്ടാകുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൊന്നും ഒരിക്കലും ഒരു യുവത്വത്തിനും ചെയ്യാൻ പറ്റില്ല. യുവത്വം എന്ന് പറയുന്നത് പ്രായമായവരും കുട്ടികളും എല്ലാം അടങ്ങുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ. അപ്പോൾ ആ സൊസൈറ്റിയിൽ കൊണ്ടും കൊടുത്തും തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. കുട്ടികളായിട്ട് കളിക്കേണ്ടവരും അച്ഛനും അമ്മയായിട്ട് വഴക്കിടേണ്ടതൊക്കെ വന്നേക്കാം. പക്ഷെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. ആശയങ്ങൾ പരസ്പരം കൈമാറപ്പെടുന്നില്ല വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ അച്ഛനും അമ്മയും സംസാരിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു, കാണുന്നു, ഞങ്ങൾ ഒരു ഗ്രൂപ്പ് വേറെ കൂടുന്നു. ഇനി ഇവിടെ രാഷ്ട്രീയക്കാർ വരുന്ന അവരെന്തൊക്കെയോ സംസാരിക്കുന്നു, ഞങ്ങളപ്പോഴും ഞങ്ങളുടേതായ വാട്സാപ്പ് മേഖലയിൽ വിഹരിക്കുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ പോസ്റ്റിൻ്റെ പുറകെ പോകുന്നു. ഇങ്ങനെ നിങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കാൻ ഇവിടെ മെറ്റയ്ക്കും ഇതുപോലുള്ള കോർപ്പറേറ്റുകൾക്കും കഴിയുന്നു എന്നുള്ളിടത്ത് നിങ്ങളുടെ പരാജയം തുടങ്ങുകയാണ്. നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് വേണ്ടാന്നോ ഇൻസ്റ്റഗ്രാം പാടില്ല എന്നോ ഒന്നുമല്ല. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് ലോകമുണ്ട്, ഇവിടെ രാജ്യമുണ്ട്. ഇവിടെ രാജ്യം വലിയ വിപത്തിലേക്കാണ് പോണത്. മനുഷ്യനെ ജാതീയമായി തല്ലിത്തെറിപ്പിക്കുകയും ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ഫെഡറലിസത്തിനെതിരായിട്ട് ഓരോ സ്റ്റേറ്റിനെയും ഞെക്കിക്കൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ നടന്നു പോകുമ്പോൾ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു. അല്ല, അവർ ജയിച്ചു. ആര്? മെറ്റയാവട്ടെ, ജിയോ ആവട്ടെ, ആരാവട്ടെ, അവർ ജയിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളിതിലേക്ക് പുറത്തേക്ക് വിടാതിരിക്കാൻ. അപ്പം നിങ്ങളെ സംബന്ധിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കുന്നത് അല്ലെങ്കിൽ IPL നടക്കുന്നതൊക്കെ നിങ്ങളെ സംബന്ധിച്ച പ്രശ്നങ്ങളാണ്. പക്ഷേ ഇപ്പുറത്ത് നിങ്ങളെ ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ കെട്ടിയിടുമ്പോൾ അപ്പുറത്ത് വളരെ ഭംഗിയായിട്ട് ജാതീയമായ വേർതിരിവും ഈ മണിപ്പൂർ പോലെയുള്ള കലാപങ്ങളും മനുഷ്യനല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് നടക്കുകയും അതിനെ എതിർക്കാൻ ഒരു സംഘരൂപം ഇല്ലാണ്ട് പോവുകയും ചെയ്യുകയാണ്. സംഘരൂപത്തിലൂടെയാണ് മനുഷ്യൻ എന്തും നേടിയിട്ടുള്ളൂ. ഏത് രാജ്യവും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് സംഘരൂപത്തിലൂടെയാണ്. ഒരു ഭരണകൂടം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഒരു സംഘടന മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കൂട്ടായ പ്രവർത്തനങ്ങൾ. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 1400 ഭാഷകൾ സംസാരിക്കുന്നു, ഒരുപാട് തരം സംസ്കാരങ്ങളുള്ള ഇന്ത്യയെ ഒറ്റ ഹിന്ദിയിലേക്ക് ഒതുക്കാൻ ഒരു രാജ്യത്തിനും പറ്റില്ല. കാരണം മറ്റ് രാജ്യങ്ങളിൽ അതാണ്, ഒരു മതമുണ്ട് അവർക്ക്, അവിടെ ഒരു ഭാഷയാണ്. കാരണം ഭൂരിപക്ഷം പേരും അതാ സംസാരിക്കുന്നത്.
ഇന്ത്യയിൽ അങ്ങനെയല്ല, 43% പേര് മാത്രമാണ് ഹിന്ദി സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതൊരു ഭൂരിപക്ഷത്തിൻ്റെ ഭാഷയാകുന്നത്? പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ ഭാഷയായി നമ്മൾ ഔദ്യോഗിക ഭാഷയായിട്ട് ഹിന്ദിയെ അംഗീകരിച്ചിരിക്കുന്നു, മറ്റുള്ളവർക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കുക. അത് ഒരു രാഷ്ട്രത്തിൻ്റെ കമ്മ്യൂണിക്കേഷന് വേണ്ടി, ആശയങ്ങൾ കൈമാറാൻ വേണ്ടി, അതൊരു സംസ്കാരമായിട്ട് മാറ്റാൻ നമ്മൾ അനുവദിക്കരുത്. അവിടെയൊക്കെയാണ് നമ്മുടെ യുവത്വം പോരാടേണ്ടത്. അപ്പം നമ്മുടെ മനസ്സിൽ ഈ പോരാട്ടം ഉണ്ടായാലാണ് നമുക്കത് പുറത്തേക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ്, പക്ഷേ അത് ഒരിക്കലും രാഷ്ട്രീയത്തിന് അതീതമല്ല. രാഷ്ട്രീയത്തിൽ ഇടപെടാതെ, ഇവിടുത്തെ അനീതിക്കെതിരായിട്ട് ശബ്ദിക്കാതെ നമ്മൾ എങ്ങനെയും നമുക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കില്ല. അടുത്തൊരു തലമുറ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇനിയും അനുഭവിക്കും എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. എനിക്കിങ്ങനെ വന്ന സമയത്ത് തോന്നിയിട്ടായിരുന്നു. ഇല്ല, അതൊന്നും ഒറ്റ കാര്യം മാത്രം പറയണമെന്ന് എനിക്ക് വന്ന സമയത്ത് അങ്ങനൊരു ചിന്തയുണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തത്തെക്കാൾ, ഏറ്റവും സങ്കീർണമായ ഏതൊരു കണ്ടുപിടുത്തത്തെക്കാളും, ടെക്നോളജിയേക്കാളും വളരെ സങ്കീർണമാണ് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്ന സാധനം, നമ്മുടെ ബ്രെയിൻ. അതിനോളം വലിയൊരു കണ്ടുപിടുത്തം ഇന്ന് ഭൂമിയിൽ ഒരു രംഗത്ത് നടന്നിട്ടില്ല. അത്രയും സങ്കീർണമായ നമ്മുടെ തലച്ചോറ് നമ്മുടെ ശരീരഭാരത്തിൻ്റെ 2% ഉള്ളൂ. എന്നാൽ നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന എനർജിയുടെ 20% ഉപയോഗിക്കുന്നത് ഈ തലച്ചോറ് പ്രവർത്തിപ്പിക്കാനാണ്. ഇപ്പോൾ 2% വരുന്ന ഒരു അവയവം 20% എനർജി കൺസ്യൂം ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഏകദേശം ലക്ഷക്കണക്കിന് വരുന്ന സ്പീഷീസുകൾ, ജീവിവർഗങ്ങളെയൊക്കെ കീഴടക്കിക്കൊണ്ട് മനുഷ്യൻ ഈ ഭൂമുഖത്ത് അധീശത്വം സ്ഥാപിച്ചിട്ടുള്ളത്. ഈ തലച്ചോറ് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇന്ന് കാണുന്ന രൂപത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല. പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് ഹോമോ എറക്റ്റൻസ്, നിയാൻഡർത്താൾ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് കാണുന്ന ഹോമോസാപ്പിയൻസിലേക്ക് എത്തുമ്പോഴാണ് തലച്ചോറ് വികസിച്ച് ഇന്ന് കാണുന്ന ഈ രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ തലച്ചോറിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എനർജി വേണം, ഊർജം വേണം. ഇന്ന് കാണുന്ന രീതിയിൽ ഭക്ഷണം കിട്ടാനുള്ള സംവിധാനമൊന്നും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. വല്ല മൃഗങ്ങൾ വേട്ടയാടി പിടിച്ച് ബാക്കിയിട്ട് പോയ ഭക്ഷണം, അല്ലെങ്കിൽ കാട്ടിലെ പഴം, ഇതൊക്കെ കിട്ടിയിരുന്നുള്ളൂ. അപ്പം അന്ന് തന്നെ തലച്ചോറിൻ്റെ വയറിംഗ് സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെറ്റിങ്സിനകത്ത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത്? ഏറ്റവും എളുപ്പത്തിൽ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് താൻ നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് തലച്ചോറ് ഒരു സെറ്റിങ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ തലച്ചോറിനകത്ത്. ഇതാണ് പണ്ട് കാലം മുതലേ ഇന്ന് വരെ മനുഷ്യൻ കാണുന്ന ഏറ്റവും എളുപ്പമുള്ള പ്രതിവിധി എന്ന് പറയുന്നത്. നമുക്ക് സങ്കീർണമായ വിഷയങ്ങളെ സമീപിക്കാനോ അതിനെ കാലോചിതമായി യുക്തിഭദ്രമായിട്ട് അതിജീവിക്കാനോ മനുഷ്യന് ഈ ഒരു സെറ്റിങ്സ് കാരണം കൊണ്ട് മടിയാണ്. എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയും ശാസ്ത്ര ബോധവും തമ്മിലുള്ള വ്യത്യാസം ഇതുതന്നെയാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു പരിധി വരെയുള്ള കാരണം. കാരണം നമുക്ക് ഇതിൻ്റെ യുക്തിഭദ്രമായിട്ടൊരു വിഷയത്തെ സമീപിക്കാനോ മനസ്സിലാക്കാനോ ചർച്ച ചെയ്യാനോ ഒന്നിനും താല്പര്യമില്ല. ഈ താല്പര്യക്കുറവത്തിനെയാണ് കോർപ്പറേറ്റുകളായാലും ഗവൺമെൻറ്റുകളായാലും എല്ലാവരും മുതലെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും എളുപ്പത്തിൽ പറ്റിക്കാം. നിങ്ങൾക്ക് പെട്രോൾ 50 രൂപയ്ക്ക് തരാം, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ തരാം, അല്ലെങ്കിൽ മണി മാർക്കറ്റ് അല്ല മണി ചെയിൻ പോലുള്ള സംവിധാനങ്ങൾ വന്ന് നിങ്ങളുടെ കയ്യിൽ 2 ആൾ ചേർത്ത് അവൻ്റെ കയ്യിൽ 2 ആൾ ചേർത്ത് നിങ്ങൾക്ക് കാശ് കിട്ടും എന്ന് പറയുന്ന സംവിധാനങ്ങളുടെ പിന്നാലെ പോകാനാണ് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ താല്പര്യം. ഇതിനൊക്കെ യുക്തിഭദ്രമായിട്ട് നമ്മൾ നേരിടാൻ തുടങ്ങാൻ, ശാസ്ത്രീയമായിട്ട് സമീപിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഒരു പരിധി വരെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ മനുഷ്യൻ വിശ്വസിക്കുന്നൊരു കാര്യമാണ് വിശ്വാസം. എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു തെളിവില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കും. തെളിവുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ താല്പര്യമില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു സ്വർണ്ണക്കട്ടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ തയ്യാറുള്ളൊരു തലമുറയാണ് ഇന്ന് ഇവിടെയുള്ളത്. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. സങ്കീർണമായി നിങ്ങൾ യുക്തിഭദ്രമായിട്ടൊരു കാര്യത്തെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ശരി എന്താണ് തെറ്റെന്താണെന്ന് ചിന്തിക്കാൻ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മളിലെ ശാസ്ത്രീയ അവബോധം ഉണരാൻ തുടങ്ങും.
യുക്തിഭദ്രമായിട്ട് നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് എനിക്ക് പറയാനായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. അത് ഏതൊരു കാര്യത്തെ നിങ്ങളുടെ മുന്നിലേക്ക്, ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയാലും, ഏതൊരു പ്രസ്ഥാനമായാലും, ഏതൊരു കോർപ്പറേറ്റ് ആയാലും നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കാര്യത്തെ അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് ശരിതെറ്റുകളെ ഒന്ന് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള തലച്ചോറ് വെച്ചുകൊണ്ട് ഒന്ന് നിർവചിക്കാനും പരീക്ഷിക്കാനും യുക്തിഭദ്രമായിട്ട് ആലോചിക്കാനും ശ്രമിക്കുക. അതിൽ നിന്നൊരു ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് ഇതിനെ ഇവിടെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് എനിക്ക് പറയാനായിട്ട് തോന്നിയൊരു കാര്യം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സംസ്കാരത്തിലുണ്ടായിരുന്നില്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ മറ്റേ ഈ ഗണപതി പ്ലാസ്റ്റിക് സർജറി പണ്ട് ചെയ്തിട്ടുള്ളതല്ലേ, അപ്പൊ അതൊക്കെ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമല്ലേ, ഇവരതൊന്നും പറഞ്ഞില്ലല്ലോ. ചോദിക്കണ്ടേ, സംശയം ഉണ്ടാവില്ലേ അതില്? അപ്പൊ ഗണപതി അല്ലെ എത്ര കയ്യും അല്ലെ തുമ്പിയും മറ്റേ തുമ്പിയും ഇതിന്റെ മനുഷ്യന്റെ ശരീരമായിട്ട് പ്ലാസ്റ്റിക് സർജറി അന്ന് തന്നെ നടത്തിയിട്ടുള്ള ഇന്ത്യ അല്ല ഭാരത സംസ്കാരത്തിനെതിരെ നിങ്ങൾ പറഞ്ഞില്ലേ? അജി പറയാനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കേന്ദ്ര പിള്ളേർ അതൊക്കെ നന്നായി അറിയുന്നവരാണ്. കാരണം ഇതില് നമ്മള് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു പരിഷത്തടുപ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ ചെറിയൊരു പരീക്ഷണമാണ് ഇതിൽ നടത്തിയത്. പക്ഷെ അതുണ്ടാക്കിയിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്ന എത്രയോ ദീർഘകാല അടിസ്ഥാനത്തിലാണ്. അതിൽ നമ്മൾ പാടാറുണ്ട്, കുടിലോരോന്നിനും ഓരോ നല്ലൊരു കക്കൂസാണ് ഇന്നാദ്യം വേണ്ടത്, കൊട്ടാരത്തിലെ കണ്ടീഷൻ പിന്നീടാവാലോ, നമ്മുടെ പരിഗണന ക്രമമിമ്മട്ടായാൽ നടുവളർന്നല്ലോ എന്ന് പാടിയിട്ടുണ്ട് പണ്ട്. കക്കൂസ് ഇല്ലാത്ത വീട് എവിടെയെങ്കിലും ഉണ്ടപ്പോൾ? കക്കൂസ് ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന അപകടം ഇപ്പം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് നല്ല ബോധ്യമുണ്ട് അല്ലേ? ഈ അടുത്ത കാലത്ത് മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് വീണ്ടും ആളുകൾ ചാവുന്ന അവസ്ഥ വന്നു. വെള്ളത്തിലൂടെ ഇല്ലാതെ മഞ്ഞപ്പിത്തം പകരില്ല എന്നുള്ള നല്ല ഉറപ്പല്ല. വെള്ളത്തിലൂടെ മലം കലർന്ന് ആ രീതിയിലേക്കാണല്ലോ ഈ സംഗതി വന്നിട്ടുള്ളത്. അത് നമ്മൾ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഗ്രാമഗീതത്തിൽ വേറൊരു സാധനം പാടിയിട്ടുണ്ട്, തളപ്പിടാതെ തെങ്ങുകയറ്റ മതെളുപ്പമാക്കണ യന്ത്രങ്ങൾ, നിവർന്നു നിന്നാൽ ഞാറീ മണ്ണിൽ നടുവാൻ പറ്റിയ യന്ത്രങ്ങൾ, നാടിനു വേണം ഇതെല്ലാം പക്ഷേ നേടിയതെന്തി ശാസ്ത്രജ്ഞർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്നതായില്ലേ? ഇന്ന് നിവർന്നു നിന്നാൽ ഗ്രീൻ ആർമിക്കാർ എത്ര മനോഹരമായിട്ട് നട്ടുപോണം, ഏറ്റെടുക്കണ്ടേ നമ്മളത്? തളപ്പിടാതെ തെങ്ങ് കയറ്റം അത് എത്ര എളുപ്പമാക്കിയപ്പോൾ നമ്മൾ അല്ലേ? ഇനിയും അതിൽ പരീക്ഷണങ്ങൾ നടത്തി ഏറ്റവും എളുപ്പമാകുന്ന തരത്തിലേക്ക് ഇനി അതിനെ മാറ്റാൻ നിങ്ങൾ കണ്ടുപിടിച്ചോ. ആ കണ്ടുപിടുത്തത്തിന് നിങ്ങൾക്ക് അവാർഡ് ഉണ്ട്, സാമ്പത്തികം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങളും കൂടി വരണം. അപ്പോൾ ഈ ഗണപതിയുടെ കുഴപ്പമില്ല അല്ലേ, അറിയുന്നതാണ്. പരിഷത്തിറക്കുന്ന 3 മാസികകളുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ആര് പോലും അത് വായിക്കേണ്ടത്. ഇപ്പോൾ വായനയുടെ രീതി മാറിയിട്ടുണ്ട്. പക്ഷേ ഈ മാറുന്ന വായനയ്ക്കനുസരിച്ച് പരിഷത്ത് പോലുള്ളൊരു സംഘടനയ്ക്ക് പോലും ശാസ്ത്രത്തെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് എന്തുകൊണ്ടാണ് വരുന്നത്? അത് ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്ക് അതിൻ്റെ പുറകിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അല്ലാതെ വാട്സാപ്പോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ, ഇപ്പോൾ നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റഗ്രാം ആയിരിക്കും. കാരണം അതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജുകൾ പിന്നെ അപ്ഡേറ്റാണ് എപ്പോഴും. ഒരിക്കലും റിപ്പീറ്റേഷൻ അതൊന്നും ആരും ഇഷ്ടപ്പെടണില്ല. ഇത്ര നേരം തന്നെ വർത്തമാനം പറയാനൊന്നും അതൊന്നും കേൾക്കാൻ ആർക്കും ഇഷ്ടമൊന്നുമില്ല. ഇവരൊക്കെ വിളിച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വന്നിരിക്കണതാവും, അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളൊക്കെ എണീറ്റ്. അപ്പോൾ ഇവിടെ ഒരു വലിയ ഗ്യാപ്പ് വരുന്നുണ്ട്, ഒരു ഡിവൈഡ് ഉണ്ട് ഇതിനിടയിൽ. സാമ്പത്തികമായ ഉന്നതിയും താഴെയും എന്ന് പറയുന്ന പോലെ തന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്നവരും ഇത് ഉപയോഗിക്കാത്തവരും തമ്മിൽ ഒരു വലിയ അന്തരം നിൽക്കുന്നുണ്ട്. ഈ അന്തരം കുറഞ്ഞിരിക്കണം എപ്പോഴും ഒരു സമൂഹത്തിൽ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇതുപോലുള്ള അറിവുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രിയേറ്റീവായ കാര്യങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർ കാണുന്നില്ല. അതേസമയം നിങ്ങളതിൽ മാത്രം വ്യാപരിക്കണമുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്നവർ വേറൊരിടത്ത് നിന്നാണ് പറയുന്നത്. ഇത് തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കണം, ഒരു ആശയ രൂപീകരണം നടക്കണം. അപ്പോഴാണ് അതൊരു രാജ്യത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തുള്ളൂ. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അല്ല കുറ്റമല്ല, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാലേ അതിനൊരു വിശദീകരണം വേണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അതായത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഉപയോഗങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ പോലും അപ്പുറത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് പതുക്കെ പിന്തള്ളപ്പെട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ വ്യക്തികൾക്ക് ചെറിയ ചെറിയ ആഘാതങ്ങൾ വരെ
തടുക്കാൻ പറ്റണില്ല. അതേസമയം ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ അങ്ങേറ്റത്ത് ആഹ്ലാദിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനതാണ് പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പട്ടിണി, ഒരുപാട് സംഘർഷങ്ങൾ, അങ്ങനെയൊന്നും നിറഞ്ഞ ജീവിതം ഉണ്ടാവില്ല നിങ്ങളുടെ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ട്. പലതരം ആളുകളാണ്. അച്ഛൻ അമ്മ മാത്രമല്ല, അമ്മാവനുണ്ടാവാം, അമ്മായി ഉണ്ടാവാം, അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുണ്ട്, അവരുടെ ബന്ധുക്കളും അടങ്ങിയതാണ്. ഈ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും ബന്ധുക്കളൊക്കെ വീട്ടിൽ 10 ദിവസം വന്ന് താമസിക്കലൊന്നും ഒരു പ്രശ്നമല്ല. അതിൽ തന്നെ മുൻകോപികൾ ഉണ്ടാവാം, അങ്ങനെ അല്ലാത്തവരുണ്ടാവാം. അപ്പോൾ അവരുടെ ഇടയിൽ കിടന്നാണ് ഞങ്ങൾ വളർന്നത്. അതുകൊണ്ട് ഇന്ന ആളോട് ഇങ്ങനെ പെരുമാറണം എന്നുള്ളത് കുട്ടി ചെറുപ്പത്തിലേ പഠിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നിങ്ങളൊക്കെ ഒരു സേഫ് സോണിലാണ് നിങ്ങളുടെ കളികൾ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ സേഫ് സോൺ എന്ന് പറയുന്നത് ചെറിയ ആഹ്ലാദങ്ങൾ വലിയ ആഹ്ലാദങ്ങളാവുകയും ചെറിയ ദുരനുഭവങ്ങൾ ഉണ്ടായാൽ അതിനെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇത് നല്ലൊരു എന്താ പറയുക, ഒരു മാനസികാരോഗ്യത്തിൻ്റെ ലക്ഷണമല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ക്രിയേറ്റീവായ ഈ ഇടങ്ങളെ ഒരു പൊതു ഇടത്തിലേക്ക് കൂടി കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോഴാണ് ഇത് അവർ അത്രയും കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുത്താൻ ഈ പൊതുസമൂഹത്തിന് നിങ്ങൾ പ്രാപ്തരാക്കണം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചെറുപ്പക്കാരുടെ ഒരു തലമുറയാണ് കേരളത്തിനെ മാറ്റിമറിച്ചത്. വയസ്സന്മാരുടെ ഒരു തലമുറയല്ലല്ലോ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം, പരിഷത്ത് പോലെ അന്നുണ്ടായിരുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. വീട്ടിൽ ഭട്ടതിരിപ്പാട് എന്നൊക്കെ പറയുന്ന ആള് ഈ നമ്പൂരി സമുദായത്തിലുണ്ടായ അതിനെതിരെ ചെറുപ്പക്കാർ അവരുടെ വീടിൻ്റെ മുറ്റത്ത് നാടകം കളിച്ചാണ് അതിനെതിരെ പ്രതിരോധിക്കുന്നത്. അങ്ങനെ പ്രതിരോധിച്ചുകൊണ്ടാണ് പൊതുബോധത്തിലൊരു മാറ്റം വന്നത്. അപ്പോഴാണ് കേരളം കേരളമായത്. അത്തരം ഒരു മാറ്റം ഇനിയും കേരളത്തിന് ആവശ്യമുണ്ട്. ആ ആവശ്യത്തിന് മുൻകൈ എടുക്കേണ്ടവരാണ് നിങ്ങളെപ്പോലുള്ളവർ. അപ്പം നിങ്ങൾ ചെറിയ അടുത്തേക്ക് ഒതുങ്ങല്ല വേണ്ട, വലിയൊരു മാനത്തിലേക്ക് വികസിക്കുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. ഞാൻ ഫുട്ബോൾ കളിയുടെ ഒരു കമ്മിറ്റി കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലാസ് പലർക്കും അറിയണ്ടായിരുന്നില്ല ഇന്ന് ക്ലാസ് ഉണ്ടെന്നുള്ള വിവരം പലരും ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ എല്ലാവരും ക്ലാസ് കഴിയുന്നവരുടെ ഇരുന്നിട്ടുണ്ട്. ആക്റ്റീവായിട്ടുള്ളൊരു സദസ്സായിരുന്നു. എന്തായാലും ഇനി എത്രമാത്രം ഇത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. എന്നാലും ക്ലാസ് നമ്മളെ വായനശാല എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മളിൽ പലരും വായന കുറവ് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന പുസ്തകങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന പലരും വായിച്ചിട്ടുള്ളൊന്നുമില്ല. വായന കുറവാണ്. അതിൻ്റെ ഒരു കുറവ് എല്ലായിടത്തും ഉണ്ട് പൊതുവെ. പിന്നെ പരിഷത്ത് എന്നുള്ളൊരു മേഖലയിൽ ഇവരാരും അങ്ങനെ സജീവമല്ല. അപ്പോൾ പരിഷത്ത് എന്താണെന്നും അതിൽ ശാസ്ത്രവും പരിഷത്തും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഒക്കെ കൃത്യമായിട്ട് മാഡം പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമുക്കിനി ആവശ്യം. നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ സേഫ് സോണിൽ നിന്ന് ഒന്ന് മാറി കളിക്കണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിലും ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെടും എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം എന്തായാലും ഈ വൈകിയ സമയത്ത് സാധാരണ ഞാൻ ചോദിച്ചു ജോസേട്ടനോട്, 7 മണി സമയത്ത് ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു സ്ത്രീ ആവുമ്പോൾ വന്ന് 9 മണി കഴിഞ്ഞാൽ പോവോ എന്നൊക്കെ ചോദിച്ചാൽ അത് കുഴപ്പമില്ല, അതൊക്കെ അവർ ക്ലാസ് എടുക്കുന്നു. ചാലക്കുടി എന്നാണ് ഇവിടെ വന്നിട്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ കാണാതെ പോരുത്. കാരണം ഈ സമയത്തും ഈ ഇത്തരത്തിൽ ആക്റ്റീവായിട്ടൊരു ക്ലാസ് നമുക്ക് വേണ്ടി എടുത്ത നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗം കൂടിയായിട്ട് ജൂന മാഡത്തിന് നമ്മുടെ വായനശാലയുടെയും പരിഷത്തിൻ്റെയും പേരിലുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ ജോസേട്ടൻ നമ്മുടെ രക്ഷാധികാരി കൂടിയാണ്, പരിഷത്തിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ബൈജു, നമ്മുടെ പ്രസിഡന്റ് സുരേഷ് മാഷ്, രാജേട്ടൻ, മറ്റിവിടെ നമ്മുടെ വായനശാലയുടെ എല്ലാ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.